നമ്മളിൽ പല ആളുകളും സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ ഹെയർ പ്രോബ്ലംസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിന് മെയിൻ റീസൺ ഇപ്പോൾ സമ്മറായി. അതോടൊപ്പം നമ്മൾ ആയുർവേദിക്കലി നോക്കുകയാണെങ്കിൽ ഈ സമയത്താണ് നമ്മുടെ ശരീരത്തിൽ പിത്തദോഷം കൂടുന്നത്, അതായത് ബോഡി കൂടുതൽ ഹീറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഹെയർ കെയറിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ വിയർപ്പും ഡെഡ് സെൽസും കൂടി അടിഞ്ഞു കൂടിയിട്ട് ഡാൻഡ്രഫ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ആഴ്ചയിലൊരു 3 പ്രാവശ്യമെങ്കിലും മിനിമം നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ടതുണ്ട്. ഈ വേനൽക്കാലത്ത് നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു ഹെയർ കെയർ റുട്ടീനാണ് കുളിക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുന്നേ ആയിട്ട് ചന്ദനാദി, നീലഭൃംഗാദി അല്ലെങ്കിൽ ക്ഷീരബല പോലുള്ള ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം ത്രിഫല തിളപ്പിച്ചാറിയ വെള്ളം യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡയറ്റ്. എരിവും പുളിയുള്ള ആഹാരങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ശരീരത്തിന് തണുപ്പ് നൽകുന്ന ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. അതായത് കുക്കുംബർ ജ്യൂസോ ഇളനീർ ജ്യൂസോ ഒക്കെ നന്നായിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ് ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും. അതുപോലെ നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഹെയർ നന്നായിട്ട് ചീകി കെട്ടി കിടക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഈ ഒരു പീരീഡിൽ ഹാർഷായിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഹെയർ പ്രൊഡക്ട്സും ട്രീറ്റ്മെൻറ്റ്സും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ ഒരു pH ബാലൻസ്ഡ് ആയിട്ടുള്ള മൈൽഡ് ഷാമ്പു മാത്രം യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.